തിരുവനന്തപുരത്ത് നടക്കുന്ന ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധമാണ്. MA ബേബിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ അറസ്റ്റിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ജനാധിപത്യ വിശ്വാസികളുടെ, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും എന്നാണ് നേരത്തെ ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് അതിന്റെ പ്രതിഫലനങ്ങൾ കാണുന്നു. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ, ഇടതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരത്ത് കാണുന്നു. MA ബേബി ആ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ജനാധിപത്യ സംരക്ഷണം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ സംഘടനകൾ ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായ പ്രതിഷേധത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ വരുന്നതിനിടെയാണ് തിരുവനന്തപുരത്തുള്ള ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ വരുന്നത്. അഖിൽ ഷാ അൻസാർ നിങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ഉണ്ട്. അഖിൽ ഷാ, ഈ പ്രതിഷേധം ഇപ്പോൾ എവിടെയാണ് നടക്കുന്നത്? എന്താണ് പ്രതിഷേധ മുദ്രാവാക്യം? വിവരങ്ങൾ എന്തൊക്കെ? ഈ കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് തലസ്ഥാന നഗരത്തും നടക്കുന്നത്. ഏറ്റവും പ്രധാനമായും നിലവിൽ ഈ ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമാണ്. തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് അതൊരു മാർച്ച്, ഒരു പ്രതിഷേധ റാലിയായി നടക്കുന്നത്. MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ മാർച്ചിന്റെ ഭാഗമായി ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ MA ബേബി ഉൾപ്പെടെ നേതാക്കൾ ഇതിൽ പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നു. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് കേന്ദ്രത്തിന്റെ EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അടിയന്തരാവസ്ഥ കാലത്തെ ഓർപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതിപക്ഷ നേതാക്കളെ അത്തരത്തിൽ ഉള്ള അവർക്കെതിരായ നടപടികളും അവർക്കെതിരായ അറസ്റ്റുകളും, അത് ഈ കേന്ദ്രം ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുള്ള കേന്ദ്രത്തിന്റെ നടപടികൾ ഉൾപ്പെടെ ആണ് നടക്കുന്നത് എന്നുള്ളൊരു പ്രതികരണമാണ് വിവിധ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടപടിക്രമം ആരംഭിച്ച വേളയിൽ തന്നെ ഇത്തരത്തിലൊരു നടപടി കേന്ദ്രം അതെടുക്കുന്നത്, പ്രത്യേകിച്ച് ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ കൊണ്ട് കേന്ദ്രം എടുപ്പിക്കുന്നത്, അതിൽ വലിയൊരു ദുരൂഹത തന്നെയുണ്ട് എന്നുള്ളൊരു കാര്യവും ഇത്തരത്തിൽ ഈ പ്രതിഷേധിക്കുന്നവർ, അതുപോലെ തന്നെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ നഗരത്തിലാകെ വലിയ പ്രതിഷേധം, ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധവും അല്പസമയത്തിനകം തന്നെ തൊട്ടപ്പുറത്ത് മാനവീയം വീഥി മുതൽ ഈ ഗവർണറുടെ വസതിയിലേക്ക് ഉള്ള ഒരു പന്തം കൊളുത്തി പ്രകടനവും ഇവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ രാത്രി മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും തീരുമാനം. ഗോപി, ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത്, അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ പ്രതിഷേധം കനപ്പെടുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റിന് തൊട്ടു പിന്നാലെ തന്നെ ജനാധിപത്യ സംരക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി ഇടതുപക്ഷ അനുകൂല സംഘടനകൾ, യുവജന സംഘടനകളുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് നടക്കുന്നു. തൃശ്ശൂരിൽ മറ്റൊരു പ്രതിഷേധം കാണുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമാണ് നേരത്തെ തൃശ്ശൂരിൽ BJP ഓഫീസിലേക്ക് നടന്നത്. അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാകുന്നു അരവിന്ദ് കെജ്രിവാൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി, അതിന് തൊട്ടു പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 9 തവണ ഹാജരാകണം എന്ന EDയുടെ സമൻസ് അവഗണിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അതും തള്ളിയതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. നാളെയായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ വൈദ്യ പരിശോധന നടക്കുക എന്നാണ് അറിയുന്നത്. സുപ്രീം കോടതിയിൽ അടിയന്തരവാദം കേൾക്കണം എന്നൊരു അഭ്യർത്ഥന ആം ആദ്മി പാർട്ടിയുടെ നിയമസംഘം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അടിയന്തരവാദം കേൾക്കലില്ല. ഈ അർദ്ധരാത്രി തന്നെ വാദം കേൾക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതിയിൽ സ്വാഭാവികമായും ഈ വിഷയം നാളെയായിരിക്കും പരിഗണിക്കാൻ പോകുന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് ED ഹെഡ്ക്വാർട്ടേഴ്സിൽ കഴിയേണ്ടി വരും. നാളെയായിരിക്കും വൈദ്യ പരിശോധനയ്ക്ക് അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുക. തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. വീണ്ടും നമുക്ക് 2 പ്രതിഷേധങ്ങൾ നമുക്ക് കാണാം. ഒന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ്. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത്, തൃശ്ശൂരിൽ ആം ആദ്മി പാർട്ടിക്കാരുടെ പ്രവർത്തകരുടെ പ്രതിഷേധം മറുഭാഗത്തും കാണാൻ കഴിയും.